3 വയസ്സായ കുട്ടികളെ കയ്യിൽ മൈക്ക് കൊടുത്തിട്ട് കോമഡി മത്സരം നടത്തി നോക്കൂ. ഇഷ്ടം പോലെ കോമഡികൾ കുട്ടികൾ പറഞ്ഞു തരും. നമ്മളെ ദുരന്താണത്. കുട്ടികളെ ചീത്തറിട്ട് കാര്യമില്ല, അവരെ ഞാൻ കുറ്റം പറയുന്നില്ല. നമ്മളെ ദുരന്താണ്, രക്ഷിതാക്കളായ നമ്മളെ മുസീബത്താണത്. നമ്മളെ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ ചോർച്ചയാണത്. ചെറിയ കുട്ടികളെ നമ്മൾ നശിപ്പിച്ച് ദുഷിപ്പിച്ചൊരു ശൈലിയാണത്. അവരെ നല്ല കണ്ണും നല്ല കൽബും നല്ല കാതും കെടുത്തിക്കളഞ്ഞു. കോമഡികൾ കാണിച്ചിട്ട്, ലേറ്റസ്റ്റ് സിനിമകളും നാടകങ്ങളും കാണിച്ചിട്ട് പറഞ്ഞു കൊടുത്തുവെച്ചിട്ട്. പഴയ കാലത്തൊക്കെ വല്യപ്പാരും വല്യമാരും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. മോനെ, കുട്ടിക്കാലത്ത് മുത്തുനബി തങ്ങളെ കാണാതായ ഒരു കഥ. 3-ാമത്തെ വയസ്സിൻ്റെ തുടക്കത്തിൽ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ കൊണ്ടുവരുമ്പോൾ, മക്കയിലേക്ക് കൊണ്ടുവരുമ്പോൾ കാണാതായ ഒരു കഥ. ആ ചരിത്രം ഇങ്ങനെ കേട്ട് കുട്ടി എങ്ങനെ ഭക്ഷണം കഴിച്ച് എപ്പോഴാ അത് തീർന്നതെന്നറിയില്ല, അത്രയും പെട്ടെന്ന്. ആ ചരിത്രം ഇങ്ങനെ പറഞ്ഞ് ഏകദേശം കുട്ടിയെ കാണാതായ അന്വേഷണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അബ്ദുൽ മുത്തലിബിൻ്റെ മുന്നിൽ ആ വാർത്ത എത്തി. മക്കക്കാർ മൊത്തം തെരച്ചിലായി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ കഥ അവിടെ നിർത്തി. ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടൈമാകുമ്പോൾ കുട്ടി കാത്തിരിക്കാണ് ഭക്ഷണം കഴിക്കാൻ. വല്യമ്മാനെ കാത്തിരിക്കാണ്, ഭക്ഷണം കഴിക്കണം, ആ കഥൻ്റെ ബാക്കി കേൾക്കണം. രാത്രി അങ്ങനെ കാത്തിരിക്കാണ്. 3 നേരവും ഒരു ചരിത്രം, വിശാലമായ ചരിത്രം, ഇല്ലാത്തതൊന്നും കടത്തിക്കൂട്ടുന്നില്ല, ഉള്ളത് വസ്തുനിഷ്ഠമായിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ മനസ്സ് ആ ചരിത്രം കേട്ട് ദാഹിച്ചിട്ട് എത്ര സന്തോഷത്തോടെ, പിന്നെ വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ആ ഉമ്മാമ പറഞ്ഞു കൊടുത്ത, ആ വല്ലിപ്പ പറഞ്ഞു കൊടുത്ത, ഉമ്മ പറഞ്ഞു കൊടുത്ത ആ ചരിത്രത്തിന്റെ വിശുദ്ധി മനസ്സിൽ കെടാതെ ബാക്കിയുണ്ടാകും. അല്ലിമു ഔലാദക്കും മഹബ്ബത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ 3 മഹബ്ബത്ത് പഠിപ്പിക്കണം. അതിലൊന്ന് മഹബ്ബത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊന്ന് മഹബ്ബത്തു ആലി ബൈത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, 3-ാമത്തെ ഒന്ന് മഹബ്ബത്തുൽ ഖുർആൻ, ഖുർആനിനോടുള്ള മഹബ്ബത്ത്. അത് 3ഉം പഠിപ്പിക്കണം മക്കൾക്ക്. അതിന് ആ മഹബ്ബത്തിൻ്റെ തലങ്ങളാകുന്ന ചരിത്രങ്ങൾ വായിക്കണം. ഒക്കെ കൂടി ഇപ്പോൾ പറയാനൊന്നും കഴിയൂല. വായിച്ച് ശീലിക്കണം, നമ്മൾ പഠിക്കണം. അങ്ങനെ ചരിത്രങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ എന്ത് രസമായിട്ട് അവർ കേൾക്കുന്നറിയോ, അവർ പഠിക്കുന്നറിയോ. ഒരു വർഷം അങ്ങോട്ട് കഴിഞ്ഞിട്ട് നിങ്ങളെ വീട്ടിലെ 3-4 മക്കൾക്കിടയിൽ ആ കേട്ട കഥകളും ചരിത്രങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ നല്ല ഒരു പരീക്ഷയും ചെറിയ ടെസ്റ്റ് നടത്തി നോക്കി. ബാപ്പാക്കും ഉമ്മാക്കൊക്കെ മനസ്സിന് ഒരു കുറത്തൈനെന്ന് കേൾക്കല്ലേ, ഒരു കൺകുളിർമ, മനസ്സിൻ്റെ കുളിർമ. കൺകുളിർമ എന്നാൽ ഇങ്ങനെ കുറേ പൈസ ഉണ്ടായിട്ട് മോനിങ്ങനെ വന്നിട്ട് വലിയ പണക്കാരായിട്ട് ഇങ്ങനെ മാറുക, അതൊന്നല്ലേ കൺകുളിർമ എന്ന് പറഞ്ഞാൽ. കുട്ടികൾ ആത്മീയമായ രംഗത്തുള്ള ഏറ്റവും വലിയ പുരോഗതിയിലേക്ക് വരുമ്പോൾ, വികസിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, അതിന് കണക്കുണ്ടാകൂല. ആ ചരിത്രങ്ങളൊക്കെ കുട്ടികൾ ഇങ്ങനെ എഴുതി തിരിച്ചിങ്ങോട്ട് മറുപടി എഴുതി തരുമ്പോൾ അൽഹംദുലില്ലാ എന്തൊരു സന്തോഷമായിരുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിലുള്ള സന്തോഷം എത്രയായിരുന്നു. സുബഹി നിസ്കാരത്തിന് വന്ന സ്വഹാബത്തിനോട് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചോദ്യം ചോദിച്ചു. ഇന്ന മിനശ് ശജരി ശജറത്തൻ മസലുഹാ മസലുൽ മുസ്ലിം. മരങ്ങളെ കൂട്ടത്തിൽ ഒരു മരമുണ്ട്. ആ മരം ഒരു മുസ്ലിമിനോട് ഉപമിക്കാൻ പറ്റിയ മരമാണ്. ഒറ്റ മരം. ഏതാ മോനെ മരം? മുസ്ലിമിനോട് ഉപമിക്കാൻ പറ്റിയ, ഉദാഹരണമാക്കാൻ പറ്റിയ ഒരു മരമുണ്ട് മരങ്ങളെ കൂട്ടത്തിൽ. ഇന്ന മിനശ് ശജരി ശജറത്തൻ മസലുഹാ മസലുൽ മുസ്ലിം. തങ്ങളിങ്ങനെ ചോദിട്ടപ്പോൾ സഹാബിമാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അന്യോന്യം നോക്കി, ഇങ്ങനെ ഉത്തരം പറയാൻ അറിയുന്ന ആൾക്കാരും ഉത്തരം പറയാൻ കിട്ടുന്ന ആൾക്കാരും പറയാതെ ഇങ്ങനെ മൗനം പാലിച്ചു നിൽക്കുമ്പോൾ തങ്ങൾ പറഞ്ഞു കൊടുത്തു, ദാക ഷജറത്തുൻ നഖീൽ, അത് ഈത്തപ്പഴ മരമാണ്. അതിൻ്റെ എല്ലാം ഉപകാരമാണ്. അങ്ങനെയാണ് ഒരു മുസ്ലിം. ഒരു മുസ്ലിമിൻ്റെ വാക്കും നാക്കും നടത്തവും ഇരുത്തവും സമ്പർക്കവും സ്പർശനവും ദർശനവും ഒക്കെ ഉപകാരം ഉണ്ടാകണം. ഉപദ്രവം ഒന്നുകൂടെ ഉണ്ടാകാൻ പാടില്ല, അപ്പോഴേ മുസ്ലിം ആകുള്ളൂ. ഒരാൾ നോക്കിയിട്ട് മറ്റൊരാൾക്ക് ഇടങ്ങേറ്, അപ്പോൾ ശരിയായ മുസ്ലിം ആയിട്ടില്ല എന്നർത്ഥം. അയാൾ നോക്കിയിട്ട് പേടിപ്പിക്കുകയാണ്, അറിയില്ലേ, നോക്കിയിട്ട് പേടിപ്പിച്ചിട്ട് ഇടങ്ങേറാക്കാൻ പാടില്ല. അയാൾ പറഞ്ഞു പേടിപ്പിച്ച് ഇടങ്ങേറാക്കില്ല. അയാളെ നമ്മളെ വീട്ടിൽ വന്നപ്പോൾ തന്നെ ഇടങ്ങേറായി ഇല്ല. എല്ലാം സന്തോഷമാണ്, എല്ലാം ഉപകാരമാണ്. അങ്ങനെ ഈ ഉത്തരം പറഞ്ഞിങ്ങനെ സുബഹി നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ പോകുമ്പോൾ വാപ്പിയും മോനും ഇങ്ങനെ പോകാണ്. ഉമർ റളിയല്ലാഹു അൻഹു, മകൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, ഉപ്പ ആ ഉത്തരം എനിക്ക് കിട്ടിയിരുന്നു എന്ന് പറഞ്ഞു.
കറക്റ്റ് ആ ചോദ്യത്തിന്റെ ഉത്തരം തങ്ങൾ ആ പറഞ്ഞ ഷജറത്തുൻ നഖീൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. റളിയല്ലാഹു അൻഹു പറഞ്ഞു, പൊന്നു മോനെ, ആ ഉത്തരം ആ സദസ്സിൽ വെച്ചൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തൊരു സന്തോഷം ഉണ്ടാവും. എന്നാലോചിച്ച് നോക്കി നിങ്ങൾ. ദീനാ പള്ളിയിൽ ഏറ്റവും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സദസ്സ് ജുമുഅ കഴിഞ്ഞാൽ പിന്നെ സുബഹിയാണ്. അത്ര ആള് കൂടുന്ന സദസ്സ് വേറല്ല. ജുമുഅക്കാണ് ഏറ്റവും ടോപ്പ്. അത് കഴിഞ്ഞാൽ പിന്നെ സുബഹിയാണ്. ആ സുബഹിയിലുള്ള ആ സ്വഹാബിമാർക്കിടയിൽ വെച്ച് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ ഉത്തരം എന്ന് പറഞ്ഞാൽ ആ ഉപ്പാന്റെ സന്തോഷം, എളാപ്പാന്റെ മൂത്താപ്പാന്റെ ഒക്കെ ഒരു സന്തോഷം. നമ്മളെ കുട്ടികളല്ല ഉത്തരം ഉത്തരവിധങ്ങൾ മുന്നിൽ വെച്ചിട്ട് തങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പ്രാർത്ഥന ദുനിയാവുക്കും ആഖിറത്തിലേക്കും ഒക്കെ ഖനമുള്ള ഭാരമുള്ള സന്തോഷമുള്ള ഒരു ദുആ. എന്തൊരു സന്തോഷമായിരിക്കും അത്. പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞു, നിങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ ആരും പറയില്ലല്ലോ, നിങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ നിങ്ങളോടുള്ള ബഹുമാനം കൊണ്ട് ഞാൻ പറയാതിരുന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ച് എൻ്റെ മോനാ ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ അതാണ് ഒരു ഖുർറത്ത് അയ്യുൻ, ഒരു കൺകുളിർമ, ഒരു മനസ്സിന്റെ സന്തോഷം. അതിന് പറ്റുന്ന പാകതയിൽ ഉമ്മമാരെ, നമ്മുടെ മക്കളെ മഹബത്തിലായി സന്തോഷത്തിലായി അവരെ വളർത്തിയെടുക്കണം. ഈ 3 മഹബത്തുകളും, അതിൽ മഹബത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികൾക്ക് നിർബന്ധപൂർവം നമ്മൾ പഠിപ്പിക്കണം. സ്വലാത്തുകളൊക്കെ ഉമ്മ ഇങ്ങനെ സന്തോഷത്തോടെ ചൊല്ലിയിട്ട് മക്കളിങ്ങനെ അത് ഏറ്റു ചൊല്ലണം. ഉമ്മ ഇങ്ങനെ ഈണത്തോടെ പാടിക്കൊടുക്കേണ്ട സ്വലാത്തിൻ്റെ വരികളാണ്, മദ്ഹിൻ്റെ വരികളാണ്. അപ്പൊ കുട്ടികളും അതിനനുസരിച്ച് അങ്ങനെ ഏറ്റുപാടും. അങ്ങനെയുള്ള വീടുകളിലൊക്കെ, നമ്മളെ വീടുകളിലൊക്കെ നമ്മൾ മൗലൂദും കാര്യങ്ങളൊക്കെ പഠിച്ചെങ്ങനെ ഉമ്മാരങ്ങനെ ചൊല്ലുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ കുട്ടികൾ നിന്നിട്ട് ഓരം പറ്റിയിട്ട് അങ്ങനെ ജവാബ് ഇല്ലിട്ട് അങ്ങനെ പഠിച്ച്, അങ്ങനെ അത് ശീലമായി. പിന്നെ അങ്ങനെ പഠിച്ചെടുത്ത് ചൊല്ലുമ്പോഴേക്ക് ബാക്കി ചൊല്ലി, അതല്ലേ ഒരു സന്തോഷം. അങ്ങനെ ഒരു സന്തോഷാവസ്ഥയിലാക്കിയിട്ട് മക്കളെ വളർത്തിയെടുത്തിട്ട് മഹബത്തിന്റെ തലങ്ങൾ വികസിപ്പിക്കണം. അല്ലാഹു ജല്ല ജലാലുഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ.